മുഫിദ മാമിൻ്റെ ജാനുവരി ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് ഞാൻ ഈ സെഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വാട്സപ്പ് ത്രൂ ആണ് ഇതിലേക്ക് എത്തിയത്. അപ്പോൾ എനിക്ക് കുറച്ച് ഷോൾഡർ പെയിൻ, അങ്ങനെ കുറച്ച് പെയിൻ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ എന്നോട് കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു, പിന്നെ നമ്മൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇപ്പോൾ പാർട്ട്ണറോട് തന്നെ ആവണമെന്നില്ല, അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനിടയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് സർക്കിളിലായിക്കോട്ടെ, എവിടെയെങ്കിലും നമുക്ക് റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നമ്മളത് നെവർ മൈൻഡ് ആക്കി വിടുന്ന ഒരു കാര്യമായിരിക്കും. ഭയങ്കരമായിട്ട് നമുക്കത് നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒന്നും ആവില്ല. പക്ഷെ അത് നമ്മളെ ബാക്കിയുള്ള തലത്തിൽ, മാനസികമായിട്ട് തലത്തിൽ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ശരീരത്തിൽ ഓരോ വേദനകളായിട്ടും മറ്റുമൊക്കെ ആയിട്ടാണ് പ്രതിഫലിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ബാച്ചിനകത്ത് ജോയിൻ ചെയ്തു. ഞാൻ അതിന് മുമ്പ് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, അത് വേറെ വീഡിയോസും മറ്റുമൊക്കെ കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് ബോധേഡായിരുന്നു. അപ്പോൾ അത് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഈ സെഷനിലേക്ക് വന്നതിന് ശേഷം ഒന്നും കൂടെ അത് ഫോക്കസ്ഡ് ആയിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. മറ്റേ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്താണെങ്കിലും നമ്മൾ അതിനകത്തൊരു ഒരു ഉഴപ്പൊക്കെ വരുത്തുമല്ലോ. ഇതിപ്പോൾ നമുക്കൊരു ഗൈഡൻസിലാവുന്ന സമയത്ത് അവരിങ്ങനെ ഫോളോ അപ്പ് ചെയ്യാനുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മളത് നമുക്ക് മാറണം എന്നുള്ളൊരു ചിന്ത നമ്മളിലും ഉണ്ടായിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു പെയ്ഡ് സെഷനിലേക്കൊക്കെ എന്താണെങ്കിലും വരുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലായിട്ടും ഫോർഗീവ്നെസ് ജേണലായിട്ടും അങ്ങനെയൊക്കെ കൊടുത്തു. പിന്നെ മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ടൂളുകളുണ്ട്. അത് എല്ലാം അവർ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്തു. അപ്പം എൻ്റെ പെയിന് ഭയങ്കരമായിട്ട് എനിക്ക് മാറ്റമുണ്ട് കേട്ടോ. പിന്നെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓവർ പൊസസീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ആ റിലേഷനെ ഭയങ്കരമായിട്ട് അത് ആ ഒരു ഫ്രസ്ട്രേഷൻ എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റും. നമ്മൾ ആരോടാണെങ്കിലും ഓവറായിട്ട് പൊസസീവ് ആയി കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് എന്താകാൻ പറ്റുള്ളൂ, ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് ശ്വാസം വിടാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ റിലേഷൻ നമ്മളൊന്ന് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് നമുക്ക് ആ വാല്യൂ അത് മറ്റേയാൾക്ക് തിരിച്ചറിയാൻ പറ്റും, നമ്മളൊന്ന് ഡിറ്റാച്ച് ആയി കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ചും കൂടെ ആ റിലേഷന് മുമ്പത്തേനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഓരോ ടൂള് നമുക്ക് മാം പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾക്ക് എത്ര സമയം കിട്ടിക്കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കാം, 5 മിനിറ്റ് നോക്കാമെന്ന് വിചാരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കണ്ട റീൽസ് മൊത്തം സ്ക്രോൾ ചെയ്ത് നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ വരെ അത് എത്തിക്കഴിഞ്ഞാലും നമ്മൾ അതിൽ മറന്ന് അത്ര സമയമൊന്നും പോയതൊന്നും അറിയാണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിലേക്ക് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് യൂട്യൂബിലാണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്ക്രോളിങ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് മാത്രം സെലക്റ്റീവായിട്ട് നമ്മൾ കാണാൻ തുടങ്ങിയത് കാരണം നമ്മളെ ഫോണിൻ്റെ അൽഗോരിതം തന്നെ മാറിപ്പോയി. ഇപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് ഗ്രോത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ചിന്താ തലത്തിൽ മാറ്റം വരുത്തേണ്ട ആ രീതിയിലുള്ള വീഡിയോസ്, അതുപോലെ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ്, അങ്ങനെ കുറേ ഇതേപോലെ ഫ്രീ ആയിട്ടും പെയ്ഡായിട്ടും ഒക്കെ തരുന്ന കുറേ മെൻറ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ, ഫ്രീ വെബിനാർസ് നമ്മളെ ചിന്താതലത്തിലൊക്കെ നമുക്ക് കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ
ഉതകുന്ന രീതിയിലുള്ള കുറേ ക്ലാസ്സസ് അതിൻ്റെ ലിങ്കുകളായിട്ടും അല്ലെങ്കിൽ ഫ്രീ സെഷനുകളായിട്ടും അതുപോലെ തന്നെ ഒക്കെ അതാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ അല്ലാണ്ട് നമുക്ക് ഫാമിലി വ്ളോഗ്സ് അതെല്ലാം കണ്ടിരുന്നോണ്ട് നമ്മളെ സമയം പോകുക എന്നല്ലാണ്ട് നമുക്ക് വേറൊന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല. നേരെ മറിച്ച് ആ സമയം നമ്മളുടെ സെൽഫ് ഗ്രോത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസും മറ്റൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് എന്താണ് എന്താ പറയുക, ഒറ്റ ദിവസം കൊണ്ട് ആർക്കും മിറാക്കിളൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. അത് കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ, അതാണ് നമ്മൾ ഈ ഒരു സെഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാറ്റം നമ്മൾ ഒരു ചെറിയൊരു തലത്തിൽ വരെ നമ്മളിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഒരു 21 ഡേയ്സ് എന്താ പറയുക കണ്ടിന്യൂസ് പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ജനിച്ച് ഇത്രയും കാലം കൊണ്ട് നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ശീലങ്ങളാണ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നമുക്ക് നുള്ളിയെടുക്കും പോലെ എടുത്ത് ക്ലിയർ ആക്കാനൊന്നും ഇനിയിപ്പോൾ എത്ര പെയ്ഡായിട്ടുള്ള കോഴ്സ് എടുത്തു കഴിഞ്ഞാലും അത് എന്താണെങ്കിലും പറ്റില്ല. നമ്മൾ അതിനകത്ത് എന്തുമാത്രം ഇൻവോൾവ് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും അത്രയും ആത്മാർത്ഥതയോടെ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 21 ഡേയ്സ് ഈ പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാൾക്ക് ലൈഫിൽ എന്ത് തന്നെ ആണെങ്കിലും മാറ്റം സംഭവിച്ചിരിക്കും. അത് 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ്. മാറ്റങ്ങൾ ഒരു 90 ഡേയ്സ് വരെ നമ്മൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ പിടിച്ചാൽ കിട്ടൂല, ആ ഒരു തലത്തിലേക്ക് മാറും. അപ്പോൾ ഞാനും ഈ ഒരു പ്രോസസ്സിലേക്ക് വന്നതേ ഉള്ളൂ. എന്നിലേക്ക് ഇത്രയും മാറ്റങ്ങളൊക്കെയാണ് എനിക്ക് പ്രകടമായിട്ട് തോന്നിയത്. പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ ബാക്കിയുള്ളവരോട് ഇപ്പോൾ പെരുമാറുന്ന രീതിയിലാണെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഹാർട്ട് ഓപ്പൺ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ള ചെറിയ ചെറിയ നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നതിന്, നല്ല വെള്ളം കിട്ടുന്നതിന്, ഭക്ഷണം കിട്ടുന്നതിന്, ഇങ്ങനെ കാഴ്ച, കേൾവി, ഇതെല്ലാം നമ്മൾ വളരെയധികം നിസ്സാരമായിട്ട് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നതാണ്. ഇതൊക്കെ നമുക്കെന്തോ എന്താ പറയുക വെറുതെ ഫ്രീ ആയിട്ട് നമ്മൾ ജന്മനാ അങ്ങോട്ട് കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നതാണ്. അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനൊന്നും നന്ദി പറയാറില്ല. പക്ഷേ ഇതിനെല്ലാം നമ്മൾ മനസ്സറിഞ്ഞ് നന്ദി പറയുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിനകത്ത് അത് വരുത്തുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് നമ്മൾ എത്രമാത്രം ക്ലീൻ ആക്കാൻ പറ്റും, നമ്മളെ ഹൃദയത്തെ മൈൻഡ് ക്ലൻസിങ് ലെറ്ററായിട്ടും ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്തിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഹൃദയത്തെ എന്തുമാത്രം പ്യുവറാക്കി വെക്കാൻ പറ്റുന്നു അത്രയും പ്യുവറാക്കുകയാണ് നമ്മൾ ഓരോ ടൂളും ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളെ വൈബ്രേഷണൽ തലം ഹയർ ആക്കി വെക്കുക എന്ന് പറയും. അതെപ്പോഴാണ് ഹയർ ആക്കുന്നത്? നമുക്ക് ആരോടും ഒരു ദേഷ്യമോ ഒരു വാശിയോ ഒരു കുശുമ്പോ അങ്ങനെയൊന്നുമില്ല. പോലെ പരദൂഷണം പറയാം, ഇതെല്ലാം നമ്മളെ എന്ത് ചെയ്യും, വൈബ്രേഷനെ അങ്ങേയറ്റം ലോ ആക്കും. അപ്പോൾ നമ്മൾ ഹയർ വൈബ്രേഷനിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ടൂൾ വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ അങ്ങനത്തെ ടൂളെല്ലാം യൂസ് ആക്കിയിട്ട് നമ്മളങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ നിരന്തരം ചെയ്യുന്ന സമയത്ത് അതെല്ലാം നമ്മളിലേക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റഡ് ആയിട്ട് വരും. നമ്മൾ ഹയർ വൈബ്രേഷനിൽ ഇരിക്കുന്ന സമയത്ത് അലൈൻമെൻറ്റിലാവുക എന്ന് പറയും. ആ സമയത്ത് നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അല്ലാത്ത സമയത്തും നമുക്ക് മാനിഫെസ്റ്റഡ് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ ലോ വൈബ്രേഷനിൽ ഇരിക്കുന്നത് കൊണ്ട് അതിലേക്ക് എന്താണ് നല്ല കാര്യങ്ങളല്ല, നേരെ മറിച്ച് നമ്മൾ അങ്ങനെ സംഭവിക്കരുത്, ഒരു ആക്സിഡൻറ്റ് അത് സംഭവിക്കരുത് ഇത് സംഭവിക്കരുത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആക്സിഡൻറ്റിനെ കുറിച്ചല്ലേ പറഞ്ഞേ, അപ്പോൾ എന്ത് ചെയ്യും, അത് സംഭവിച്ചിരിക്കും. അപ്പോൾ ലോ വൈബ്രേഷനിലാവുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പ്രാക്ടീസും ചെയ്ത് കണ്ടിന്യൂസ്ലി ചെയ്ത് 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 നമ്മളെ വൈബ്രേഷനെ ഉയർത്തി. അപ്പോൾ അത് നിരന്തരം ആ പ്രാക്ടീസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സെഷനുകളിലേക്കൊക്കെ വരേണ്ടത്. നമ്മളിപ്പോൾ ഫ്രീ സെഷൻസ് കുറേ ഉണ്ടാവും, അവിടെയും ഇവിടെയൊക്കെ
ഉണ്ടാവും. പക്ഷെ അതെന്താണ്, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അത്രയും കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാജിക്കൽ പ്രാക്ടീസ് 28 ഡേയ്സ് അതൊക്കെ സെൽഫായിട്ട് അത്രയും ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിരലിൽ എണ്ണാവുന്ന അത്രയും ആൾക്കാരെ അത് ചെയ്യുന്നുണ്ടാവും. നേരെ മറിച്ച് ഒരു ഗൈഡൻസിൽ വരുന്ന സമയത്ത് അവർ ഫോളോ അപ്പ് ചെയ്യുമല്ലോ എന്ന് ആലോചിച്ചിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒരു പെയ്ഡ് സെഷനിലേക്ക് വരുന്നത് എന്തുകൊണ്ടും നമുക്ക് എന്താണ്, നമ്മളൊരു ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഗൈഡ് നമ്മൾക്ക് വിഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ തരും. നമ്മളത് പ്രാക്ടിക്കൽ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും എല്ലാ മേഖലകളെയും ഇത് നമ്മളെ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ എല്ലാ മേഖലകളും, ഇപ്പോൾ റിലേഷൻ ആണെങ്കിലും മണി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിലും നമ്മളെ ഹെൽത്ത്, അങ്ങനെ എല്ലാ തലത്തിലും നമ്മൾ അതിനകത്തുള്ള ആ ഒരു ഉയർച്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്നിൽ അപ്പോൾ ഒരു 20+ ഡേയ്സ് ആയി ഞങ്ങളത് ഓൾമോസ്റ്റ് കഴിയാനായി. അപ്പോൾ എന്നിലുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ബെറ്റർ ആയിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ മണി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിൽ കാര്യമായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല. അത് കാരണം എനിക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവാനുണ്ട്. അപ്പോൾ നമ്മൾ എന്തുമാത്രം ഡെഡിക്കേറ്റഡ്ലി ഓരോ ടൂളും യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഓരോരുത്തർക്കും റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നല്ലൊരു സെഷൻ കിട്ടുന്ന സമയത്ത് നമ്മളും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, ഡെഡിക്കേറ്റഡ്ലി അതിനകത്തേക്ക് ഇൻവോൾവ് ആകുക. അപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ മാറ്റം വരും. ഓക്കെ, താങ്ക് യു. പിന്നെ സത്യത്തിലേ സീക്രട്ട് എന്ന് പറയുന്ന മൂവി അത് എന്താ പറയുക, ഞാൻ ഇതിനകത്ത് കുറേ